പുതിയ ഗ്ലൂ ഗണ്ണ് മേടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന 3D പെയിന്റിങ്. എന്റെ പഴയ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഇത് 1 മണിക്കൂർ കൊണ്ട് തീരുന്നത് ഒരു 5 മണിക്കൂർ എടുത്തിട്ടേ തീരുള്ളൂ. അതേപോലത്തെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു പഴയ ഗ്ലൂ ഗണ്ണ്. പിന്നെ ഈ പുതിയ ഗ്ലൂ ഗണ്ണ് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ക്യാൻവാസ് ബോർഡ് കയ്യിലെടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന കാര്യം ഓർമ്മ വന്നത്. എന്നാ പിന്നെ മാറ്റി വെച്ച ഈ ഒരു പെയിന്റിങ് തന്നെ ഈ ഒരു ക്യാൻവാസ് ബോർഡിൽ തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തണമല്ലോ, ആവശ്യത്തിൽ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴേക്കും ആവശ്യത്തിലധികം ഗ്ലൂ സ്റ്റിക്ക് കയ്യിലിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചത് ഒത്തിരി ഗ്ലൂ സ്റ്റിക്സ് വേണ്ടി വരുമെന്നാണ്, പക്ഷെ അധികം ഒന്നും വേണ്ടി വന്നില്ല. ആദ്യം വരച്ചു തുടങ്ങിയപ്പോഴേക്കും കുറച്ച് പ്രയാസമൊക്കെ തോന്നിയായിരുന്നു. എന്റെ ഈ ഗ്ലൂ ഗണ്ണിന്റെ ടിപ്പാണെങ്കിൽ അത്രയ്ക്ക് പോയിന്റഡും അല്ല, അതുകൊണ്ട് കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരച്ചു വന്നപ്പോഴേക്കും എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ടായി. കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞ് പിന്നെ പെയിന്റ് അടിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സിനും ലീവ്സിനും എല്ലാം കളർ കൊടുത്തത്. എന്താണേലും പെയിന്റിങ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ.